ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു ചെമ്മീൻ റെസിപ്പിയാണ്. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ, അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതിലേക്ക് 1 സ്പൂൺ വിനാഗിരി, ഇത്രയിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് വെക്കണം. നന്നായിട്ട് മസാലകളെല്ലാം ഒന്ന് ചെമ്മീൻ്റെ അകത്ത് പിടിക്കുന്നത് പോലെ യോജിപ്പിച്ച് അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂറിന് ശേഷമാണ് ചെമ്മീനെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഒരു പാനിൽ എണ്ണയിലോട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷമാണ് നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം പ്രോൺസ് കുക്ക് ചെയ്തെടുക്കാൻ. രണ്ടാമതിട്ട പ്രോൺസ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അതേ വെളിച്ചെണ്ണയിലാണ് നമ്മളതിന് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അതിൽ നമ്മൾ ഈ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഇതെല്ലാം അരപ്പൊക്കെ ഇനി മാറ്റണം. അതേ എണ്ണയിൽ ഞാൻ ഒരു സവാള എടുത്തേക്ക്. നമ്മൾ എടുക്കുന്ന പ്രോൺസിനനുസരിച്ച് നമുക്ക് സവാളയോ കൊച്ചുള്ളിയോ നമുക്ക് ചേർക്കാം. കൊച്ചുള്ളി ചേർത്താലും നല്ലതാണ്. ഇതിപ്പം ഞാൻ എടുത്തേക്കുന്നത് സവാള ഉള്ളിയാണ്. സവാള എടുക്കുക. നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം, നല്ല രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ വിനാഗിരി, ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇച്ചിരി കായപ്പൊടിയും ചേർത്ത് ഈ ഗ്രേവിയിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി നല്ല ഇച്ചിരി ലൂസ് പരുവാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല. അതിലൊന്ന് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് ആ മസാല ഉള്ളിയൊക്കെ വഴണ്ടി വന്നതിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ നല്ല ഇച്ചിരി ലൂസായിട്ട് ഇച്ചിരി വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമുറി തക്കാളി കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിൽ ഗ്രേവി ആയിട്ട് വേണ്ടാത്തത് കൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.